ണത്തിലേക്കാണ് നാം ചെല്ലുന്നത്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന യോദ്ധാക്കൾ സായുധ സജ്ജരായി നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. 3 സേനാനായകന്മാരുടെ കീഴിലായി 313-ഓളം വരുന്ന സ്വഹാബികൾ അണിയണിയായി നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വടി കൊണ്ട് സ്വഫുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരാളുടെ ഇടത് കാലും വയറും സ്വഫിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു നിന്നതിന് ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വടി കൊണ്ട് മെല്ലെ ഒരു കുത്തു കൊടുത്തു. എന്നിട്ട് സ്വഫ് റെഡിയാക്കി നിർത്തതിന് ശേഷം കൂട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, യുദ്ധമുഖത്തും നിസ്കാരത്തിലും അണിയുറപ്പിച്ച് നിൽക്കുന്നതിന് ഏറെ പവിത്രതയും പോരിശയും ഉണ്ടെന്ന് നിനക്കറിയില്ലേ സവാദേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് നടന്നു നീങ്ങി. തിരിച്ചു വരുമ്പോൾ പരിശുദ്ധ പ്രവാചകനോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, എന്റെ മനസ്സിൽ അങ്ങയോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഞാനത് ചോദിച്ചോട്ടെ പ്രവാചകരെ? അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താണ് സവാദേ നിനക്ക് ചോദിക്കാനുള്ളത്? വേഗം ചോദിക്കേ, കേൾക്കട്ടെ. يا رسول الله يا حبيب الله ورد يا مولى الغربا بشرينكل يا حبيبا ودي منكم طابا طابا يا رسول الله يا حبيب الله. സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, അറബികളുടെ നേതാവേ, ഞങ്ങളുടെ ജീവന് തുല്യമായ സൂര്യചന്ദ്ര ശോഭയുള്ള പുണ്യ റസൂലെ, അങ്ങേ നാഥൻ ഇങ്ങോട്ട് അയച്ചത് അവന്റെ കാരുണ്യത്തെ ചൊരിക്കാനല്ലേ റസൂലെ, അല്ലാതെ വേദനിപ്പിക്കാനല്ലല്ലോ. അതേ സവാദേ, എന്താണ് നീ പറഞ്ഞു വരുന്നത്? നബിയെ, ഞാൻ സ്വഫിൽ മുൻകടന്നതിനാൽ അങ്ങ് എന്നെ കുത്തിയില്ലേ? മെല്ലെയാണ് താങ്കൾ എന്നെ കുത്തിയതെങ്കിലും എന്റെ വയറ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരാൻ സാധിക്കുകയില്ല റസൂലേ. ഉദരം മല്ലാവരുത്തം ഉളവായത് നിമിത്തം ഉളം ഞാനത് പൊരുത്തം ആക്കിടാൻ നബിയേ. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ പയറ്റിൽ കുത്തിയതിനു പകരമായി അങ്ങയുടെ പരിശുദ്ധമായ വയറിൽ കുത്താനുള്ള ഒരു അവസരം തരണം റസൂലേ. അങ്ങ് അതിനെ അനുവദിക്കുകയില്ലേ റസൂലേ? അത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ ആഗ്രഹം പോലെ എന്നോട് പ്രതികാരം ചെയ്തോളൂ. ഇത് കേട്ട സവാദ് റളിയല്ലാഹു അൻഹു തന്റെ ഒന്നാമത്തെ കണ്ടീഷൻ കൂടി പറയുകയാണ്, നബിയെ, എന്നെ കുത്താൻ അങ്ങ് ഉപയോഗിച്ച വടിയുണ്ടല്ലോ, അത് എനിക്ക് കൈമാറുക. പരിശുദ്ധ പ്രവാചകൻ ആ വടി കൂടി കൈമാറിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ടാമത്തെ കണ്ടീഷൻ കൂടി പറയുകയാണ്, പ്രതികാരത്തിന് വേണ്ടി അങ്ങയുടെ കമീസ് ഒന്ന് പൊക്കിയാലും. എന്തൊക്കെയാണ് ഈ സവാദ് പറയുന്നത്? സ്വഹാബികളുടെ മുഖത്തിന്റെ ഭാവങ്ങളെല്ലാം മാറി പറഞ്ഞു. ആരോടാണ് സവാദേ നീ പ്രതികാരം ചെയ്യുന്നത്? നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യുക. പ്രവാചകരെ, നിന്റെ പ്രതികാരത്തിന് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല സവാദേ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സവാദിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ തടയരുത്. ഇതും കൂടി കേട്ടപ്പോൾ ഈ രംഗം കാണാനാവാതെ നിറകണ്ണുകളോടുകൂടി സ്വഹാബികൾ നോക്കി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ
അതിലാം തിരുബാധൻ അയർത്ത് നോക്കി അടുത്ത് കൊടും നാശവിളി ഒടുക്കി. പരിശുദ്ധ പ്രവാചകൻ തന്റെ കമീസ് മെല്ലെ ഉയർത്തി സവാദ് റളിയല്ലാഹു അൻഹു ആ ഭൂമേനിയിലേക്ക് ഇവ വെട്ടാതെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ദൂരോട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തൊക്കെയാണ് സവാദേ നീ കാണിക്കുന്നത്? പ്രവാചകരെ, അങ്ങയുടെ ശരീരം സ്പർശിച്ച ഭാഗം നരകം സ്പർശിക്കുകയില്ലെന്ന് എനിക്കറിയാം. അതിനാൽ ഒരവസരം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കളിച്ച നാടകമാണിത്. പ്രവാചകരെ, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും പൊറുത്താലും പ്രവാചകരെ. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റു പോകാത്തതായി ഒന്നും തന്നെയില്ല. എന്തിനേക്കാളും ഏതിനേക്കാളും ആ പുണ്യ പ്രവാചകരെ നെഞ്ചിലേറ്റാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.